അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചാനലുകളിൽ പല വാർത്തകളും തെറ്റായിട്ട് വരുന്നുണ്ട്. ആ തെറ്റായ വാർത്തകൾ പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വാർത്താ ചാനലുകൾ അത് തിരുത്തി കൊടുക്കുന്നതായിട്ട് പതിവിൽ കാണുന്നില്ല. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ പിന്നെ ആ വിഷയം കാണുന്നില്ല. കഴിഞ്ഞ ജൂൺ 2 അന്ന് മുബസ്സിറ 19കാരിയായ കാസർഗോഡുകാരിയായ ഒരു പെൺകുട്ടി വിഷം കഴിച്ച് മരിച്ച ഒരു സംഭവം ചാനലുകാർ റിപ്പോർട്ട് ചെയ്തു. അതിൽ വിഷം കഴിച്ച് മരിക്കാനുള്ള കാരണം പറഞ്ഞത് ആ പെൺകുട്ടിയെ വീട്ടുകാർ മദ്രസ അധ്യാപകരുമായി കൊണ്ട് കല്യാണം നിശ്ചയിച്ചിരുന്നു. ആ വിഷയത്തിൽ പെൺകുട്ടി താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പോലീസുകാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ചാനലുകാർ പറഞ്ഞത്. ആദ്യം പറഞ്ഞ വിഷയം അതാണ്. ചാനലിൽ വന്ന ആ വാർത്ത ഒന്ന് കേട്ടു നോക്കി. നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരിക അപ്പം ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാകും. ദർസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, ദീൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവരൊക്കെ ചിന്തിച്ചു പോകും ഒരു വേള, പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ ജീവിതം, നമ്മൾക്കൊരു പെണ്ണ് പോലും കിട്ടാതെ വരുമോ എന്ന് വരെ ചിന്തിച്ചു പോകും. അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് ആദ്യം എന്ത് ചെയ്തത് ചാനലുകാർ കൊടുത്തത്. ഒന്ന് കേട്ടു നോക്കും. മുബശ്ശിറയാണ് മരിച്ചത്. എലിവിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണം. കൈതക്കാട് അൽവർദ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ജൂൺ 2 മുതൽ ചികിത്സയിലായിരുന്നു മുബശ്ശിറ. മദ്രസ അധ്യാപകനുമായി വീട്ടുകാർ വിവാഹം നിശ്ചയിച്ചതിനുള്ള എതിർപ്പ് മൂലം ജീവനൊടുക്കിയായിരുന്നു എന്നാണ് വിവരം. മദ്രസ അധ്യാപകനുമായി കൊണ്ട് വിവാഹം ഉറപ്പിച്ചത്, വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതിനൊക്കെ എതിർപ്പ് മൂലമാണ് ഈ കുട്ടി വിഷം കഴിച്ചു മരിച്ചത് എന്നാണ് ചാനലുകാരൻ പറഞ്ഞത്. ചാനലുകാരൻ അവന് കിട്ടിയ വാർത്ത പറഞ്ഞതായിരിക്കും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ജൂൺ 2 മുബശ്ശിറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എലിവിഷം കഴിച്ച നിലയിൽ. അപ്പോൾ മരണം സംഭവിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് കാരണം? ഇനി അവൻ്റെ ബൈജു ആണ് അത് സ്ഥിരീകരിക്കുന്നത്. ബൈജു ശരിക്ക് ചെന്ന് അന്വേഷിച്ചു പറയുന്നത് പോലെ ബൈജു ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഞാൻ അതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷാല്ലാ അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് തന്നെയാണ് പോലീസ് പറയുന്നത്. അഥവാ ഏത് തന്നെ മദ്രസ അധ്യാപകനുമായി കൊണ്ട് കല്യാണം നിശ്ചയിച്ചതിൻ്റെ പേരിൽ മനം നൊന്തുകൊണ്ടാണ് കുട്ടി വിഷം കഴിച്ച് മരിച്ചത് എന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത് എന്നാണ് ഇവന്റെ ബൈജു പറയുന്നത് കേട്ടോ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 2 മുബശ്ശിറയെ ഇത്തരത്തിൽ എലിവിഷം അകത്ത് ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. അങ്ങനെ മംഗളൂരുവിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മുബശ്ശിറ മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ മുബശ്ശിറയ്ക്ക് ഒരു 19 വയസ്സുകാരിയാണ് മുബശ്ശിറ, ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇവർക്ക് ഒരു മദ്രസ അധ്യാപകരുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അതിലുള്ള ഒരു അതൃപ്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്താ പറഞ്ഞത് കേട്ടോ? ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ചാനലുകാരൻ പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ? അഥവാ ഈ പെൺകുട്ടി കാസർഗോഡുകാരിയായ മുബശ്ശിറ എന്ന് പറഞ്ഞ 19കാരിയായ ഈ പെൺകുട്ടി ഒരു കോളേജ് കുമാരിയാണ്, കോളേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടി രക്ഷിതാക്കന്മാർ ഈ കുട്ടിയെ മദ്രസ അധ്യാപകനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി കൊണ്ട് തീരുമാനിച്ചു. അതിൽ മനം നൊന്തുകൊണ്ടാണ് ഈ കുട്ടി വിഷം കഴിച്ച് മരണപ്പെട്ടത് എന്നാണ് ഈ ചാനലുകാരൻ പറഞ്ഞത്. അത് തന്നെയാണ് പോലീസുകാരും പറഞ്ഞത് എന്ന് ഓൻ്റെ ചാനലിൻ്റെ മറ്റേ നേർക്ക് നേരെ റിപ്പോർട്ട് കൊടുക്കണ ബൈജു പറയുകയും ചെയ്തു. നമ്മൾ കേട്ടല്ലോ. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഈ സംഗതി. നേരെ വിപരീതമാണ് ഈ സംഗതി ഉള്ളത്. സംഗതി ഈ പെൺകുട്ടി, ഈ മുബശ്ശിറ എന്ന് പറഞ്ഞ 19കാരിയായ പെൺകുട്ടി ഒരു മദ്രസ ഉസ്താദുമായി കൊണ്ട് സ്നേഹത്തിലാണ്. മദ്രസയിലെ ഉസ്താദിനായിട്ട് സ്നേഹത്തിലാണ്. അപ്പോൾ ആ ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ട് ഈ കുട്ടി ഒരുങ്ങി.
എന്നാ ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്നുള്ള നിലക്ക്, എന്നാ അധ്യാപകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് ഈ കുട്ടി പെൺകുട്ടി ഒരുങ്ങിയപ്പോൾ അതിന് കുടുംബത്തിൽ നിന്ന് എതിർപ്പ് വരികയും കുടുംബത്തിൽ നിന്ന് അതിന് എതിർപ്പ് വന്നപ്പോൾ ആ എതിർപ്പ് മൂലമാണ് കുട്ടി വിഷം കഴിച്ചു മരണപ്പെട്ടത്. എന്തേ ചാനലുകാരാ തിരിച്ചു കൊടുക്കായിരുന്നത്? 1-2 ടീമുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഞാൻ ഈ വിട്ട ചാനലിൽ തിരിച്ചു വന്നിട്ടില്ല. മറ്റൊന്ന് 2 ചാനലിൽ കണ്ടു. എന്നാൽ എന്തുകൊണ്ടത് തിരിച്ചു ആ രൂപത്തിൽ കൊടുത്തില്ല? അതിൻ്റെ യഥാർത്ഥ രൂപം കിട്ടിയാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? എന്താണ്, എങ്ങനെ യഥാർത്ഥ രൂപം? ഈ കുട്ടി മദ്രസ അധ്യാപകനുമായി കൊണ്ട് സ്നേഹത്തിലാണ്. ആ മദ്രസ അധ്യാപകനെ കൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ട് ഈ കുട്ടി തയ്യാറാണ്. ഈ കുട്ടി അതിലേക്ക് തയ്യാറായപ്പോൾ അതിനെ എതിർത്തു. കുടുംബത്തിൽ നിന്ന് അതെതിർത്തപ്പോൾ ആ വിഷയത്തിൽ മനം നൊന്നുകൊണ്ടാണ് ഈ കുട്ടി വിഷം കഴിച്ച് മരിക്കുന്നത്. എന്നാ തിരുത്തി പറയണ്ടേ? ചാനലുകാരാ തിരുത്തി പറയണ്ടേ? ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രൂപത്തിലൊക്കെ വാർത്ത കൊടുത്താൽ, ഇപ്പോൾ ആദ്യം ചാനലുകാരൻ വാർത്ത വായിച്ചതെന്താ? മദ്രസ അധ്യാപകനുമായി കൊണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ട് രക്ഷിതാക്കന്മാർ ഒരുങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ആ വിഷയത്തിൽ മനം നൊന്ത് വിഷം കഴിച്ചു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളായ ഒരുപാട് വിദ്യാർത്ഥികൾ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, ഇൽമ പഠിക്കുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങളായിക്കൊണ്ട് ദർസുകളിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു വേള പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകൂലേ, പടച്ചോനെ, ഞാൻ ഈ മുസ്ലിയാരെ പണിയെടുത്തുകൊണ്ട് നടന്നാൽ എനിക്ക് പിന്നെ ഒരു പെണ്ണും കിട്ടാതാവുമോ എന്ന് വരെ ചിന്തിച്ചു പോകും. ആ വാർത്ത കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുക. ആ പെൺകുട്ടി മുസ്ലിയാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കണത്. മുസ്ലിയാരെ കൊണ്ട് കഴിപ്പിക്കണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ നോക്കണം, ചാനലുകാരൻ വാർത്ത കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം തിരുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തിരുത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ അത് സമൂഹത്തിലും മതത്തിലുമൊക്കെ പ്രയാസങ്ങൾ വരുത്തി തീർക്കും. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥ വിഷയം ഇവിടെയാണ് കിടക്കുന്നത്. എങ്ങനെ ഈ കുട്ടിയെ അധ്യാപകനുമായിക്കൊണ്ട് ഈ കുട്ടി സ്നേഹത്തിലാവുകയും ആ അധ്യാപകനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഈ കുട്ടി ആ രൂപത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ആ വിഷയത്തെ വിമർശിച്ചു, എതിർത്തപ്പോൾ ആ വിഷയത്തിൽ കുട്ടി മനം തൊന്നുകൊണ്ടാണ് ഈ വിഷം കഴിച്ചു മരിച്ചത് എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ കിട്ടിയത്. അത് ചാനലുകാർ കൊടുത്തിട്ടില്ല. 1-2 ഇതിലൊക്കെ കണ്ടു. ഏതായാലും വളരെയധികം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളിൽ വരെ മറ്റു രൂപങ്ങൾ ചിന്തിക്കാൻ ഇടയാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുന്നു.